നമസ്കാരം. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന കളിയിൽ നമ്മളില്ല കേട്ടോ. നമ്മൾ വെറും റെഫറി. ദാ കാണ്. ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഇനി സംഖ്യ എന്നല്ല എന്ത് മലരെന്ന് പറഞ്ഞാലും ശരിയാണ്, ഞാൻ ഫുൾ ഹാപ്പിയാണ്. കാരണം അതിനും വേണ്ടി നിങ്ങളെ സഹിക്കുന്നുണ്ട്. ഈ പിണുങ്ങാണ്ടി എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ സഹിച്ച് മടുത്ത്. പക്ഷെ ആ പിണുങ്ങാണ്ടിയെക്കാളും വലിയ പേടിത്തൂറികളാണ് നിങ്ങൾ. പിണുങ്ങാണ്ടിക്ക് 4000 പോലീസിന്റെ ഇടയിൽ നിന്നിട്ടാണ് പിണുങ്ങാണ്ടി വെല്ലുവിളിക്കുന്നത്. നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ ഒരു വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത, സംസാരിക്കാൻ അറിഞ്ഞൂടാത്ത ഇതുപോലൊരു കിഴങ്ങനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഒരു പൊതുവേദിയിൽ എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ, സഹപ്രവർത്തകരോട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ, വീട്ടിലുള്ള ജോലിക്കാരോട് സംസാരിക്കുന്നതിനൊക്കെയാണ് അയാൾ മുഖ്യമന്ത്രിയാണ് അങ്ങനെ കിഴങ്ങൻ സംസാരിക്കുന്നത്. ഒരു വിവരമില്ലാത്തവരുത്തെ. ഇപ്പൊ ഞാനിപ്പോൾ എനിക്ക് വിവരമില്ലാത്തവരെ പറഞ്ഞ ഓക്കെ, ഞാൻ വെറും ഒരു പൊതുജനമാണെന്ന് കണ്ടങ്ങ് ഇതായിക്കളയാം, അല്ലെങ്കിൽ ഈ പ്രവർത്തകർ കാണിക്കുന്നത് കണ്ടങ്ങ് നമുക്ക് തള്ളിക്കളയാൻ പറ്റും. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത്രയും പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി വാ തുറന്ന പറയുന്ന മുഴുവൻ വിവരക്കേട്. സഹപ്രവർത്തകരോടുള്ള ഒരു മാന്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ വിവരമില്ലാത്ത ഇയാളെയൊക്കെ ചുവന്നുകൊണ്ട് നടക്കണം. നിനക്ക് ഇത് കിട്ടിയാൽ പോരാ, പിന്നെ നിനക്കൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിലാക്കുക, സ്റ്റാർട്ടിങ് ആണ്. നീയൊക്കെ വിചാരിച്ചോണം നിന്നെയൊക്കെ ജനം ഇത്രത്തോളം സഹിച്ച് മടുത്തിട്ടാണ് നിനക്കൊക്കെ ദണ്ടാക്കി വെച്ചു നല്ല ദണ്ട കൊണ്ട് തന്നെ നിനക്ക് മരുന്ന് തന്നു തുടങ്ങി. പക്ഷെ ഈ അടിച്ചിട്ടുള്ള അവരുണ്ടല്ലേ, ഞാൻ RSS കാരൻ തേങ്ങയൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുന്നത് എനിക്ക് ബിഗ് സല്യൂട്ടാണ് അവരെടുത്ത്. കാരണം അവർ ഇതിൽ കൂടുതൽ നന്മ ഈ കേരളത്തോട് ചെയ്യാവുന്നില്ല കേട്ടോ. നിങ്ങൾ അമ്മാതിരി ജനം നിങ്ങളെ കയ്യിലെടുത്ത് കഴിഞ്ഞു. ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാത്ത, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകൾ പോലും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. കാരണം മിക്ക ആളുകളെ, നിഷ്പക്ഷരായിട്ടുള്ള മിക്ക ആളുകളുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്ന ഒറ്റ #ആണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊല്ലത്തും സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാരായിട്ട് എടുത്തത്. കാരണം എൻ്റെ തിരുവനന്തപുരത്തുകാർക്ക് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഭയങ്കര ഇതാണ്. കാരണം പ്രതികരണ ശേഷി നമുക്ക് ഇച്ചിരി കൂടുതലാണ്. മനസ്സിലായില്ല, നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമ്മൾ സഹിക്കും. നമ്മൾ ഗാന്ധിയനെന്നോ അല്ലെങ്കിൽ കൂടിയും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ സഹിച്ചു. പിന്നെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഇനി പിണുങ്ങാണ്ടിയുടെ തന്തയാണെന്ന് ഓരോരുത്തരും നോക്കില്ല. കയറി എങ്ങും മേയും. മറ്റേ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഓർമ്മയിട്ടില്ല, പപ്പനാമന്റെ മണ്ണാണ് പൊന്നപ്പി എടുത്ത് ഉടുത്തളയെന്ന് വെച്ചാൽ ഉടുത്തുകളയും. ഒരു ദാക്ഷിണ്യം അവന്മാർ കാണിക്കില്ല. പിന്നെ ഇനി ഇതിന്റെ പേരിൽ ബക്കറ്റ് പിരിവ് എടുത്തോണ്ട് ഇനി വരാതിരുന്നാൽ മതി നമ്മളെടുത്തോട്ട്. കാരണം സഖാക്കന്മാർക്ക് തൈലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് പിരിവായിട്ട് കുറെ ഇനി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങുന്ന സഖാക്കന്മാർക്ക് തൈലം വാങ്ങിക്കാനുള്ള ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങുന്ന സമയത്ത് 2 ബക്കറ്റ് അധികം വാങ്ങിക്കണം കേട്ടോ. കാരണം ഈ ആർഷയുടെ കൂടെ ഉള്ള കുറെ നേതാക്കന്മാർക്ക് ജട്ടി വാങ്ങിക്കാൻ പൈസ ഇല്ല. അപ്പൊ അവന്മാർക്ക് കുറച്ച് ജട്ടി വാങ്ങിക്കാനുള്ള പൈസയും കൂടെ നമുക്ക് ഈ ബക്കറ്റ് പിരിവ് നടത്തി ഉണ്ടാക്കി കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്നാലും ഞാൻ പറയണേ, ബിഗ് സല്യൂട്ട് RSS കാർക്ക്. എന്താ അല്ലേ, നാട്ടിൽ നിന്ന് കിട്ടുന്ന ചീത്ത പോരാഞ്ഞിട്ട് ഇത് വിദേശത്ത് എവിടെ നിന്നൊരു മലയാളിയാണ് ഈ വിളിച്ചു പറയുന്ന മൊത്തം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് കുറെ അലങ്കാര പദപ്രയോഗങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പലതും നമ്മൾ ഇതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ എതിരാളികളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വാരി അലക്കുന്ന പദപ്രയോഗങ്ങൾ തന്നെയാണ്. എന്നാലും ഇവിടെ ഇല്ലാത്ത ഒരു വ്യക്തി, അതായത് നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ തന്നെ ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തകരൊക്കെ വീട്ടിൽ കയറി തല്ലിയേനെ ഈ പയ്യനെ. ഏതോ വിദേശ യൂറോപ്യൻ രാജ്യത്തെന്തോ നിന്ന് അതിന്റെ സുരക്ഷയിൽ നിന്നിട്ടാണ് ഇത്രയും പറയുന്നത് എന്ന് നമുക്കതിന്റെ നിൽക്കുന്ന ആ പ്രദേശവും മറ്റുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും സാധാരണ ഇവിടെയുള്ള ചില ജനങ്ങളെങ്കിലും അവർ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില വാചകങ്ങളാണ് അയാൾ പറഞ്ഞത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ പുറത്തിറങ്ങി നടക്കുകയും ആളുകളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. ഓരോ ദിവസവും നമ്മുടെ മുഖ്യമന്ത്രിയെയൊക്കെ ഓരോരുത്തർ വിളിക്കുന്ന ചീത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചെവി അടിച്ചു പോകുന്ന തരത്തിലുള്ള ചീത്ത വരെയാണ് കേൾക്കുന്നത്. ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ലേ എന്നാണ് ചോദിച്ചു പോകുന്നത്. കാരണം അദ്ദേഹം മറ്റേതോ ഒരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പലപ്പോഴും ജനങ്ങൾ തന്നെപ്പറ്റി എന്ത് പറയുന്നു, തന്നെപ്പറ്റി എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു സംവിധാനമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് തോന്നുന്നു. ഏതോ ഒരു പ്രത്യേക കോഴ്സിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ശരിക്കും തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഇപ്പോഴും വിചാരിക്കുന്നു ഈ നവകേരള സദസ് എന്തോ വലിയ വിജയമായിരുന്നു. എന്നാൽ ഇത് ഏതാണ്ട് 1.5 മാസത്തോളം ആയപ്പോൾ ആളുകൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ത് കാര്യത്തിനാണ്, എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ നടത്തിയത്, എന്താണ് ഇതുകൊണ്ട് നേട്ടം കിട്ടിയത്, കുറെ ആളുകളെ തല്ലിച്ചയച്ചു, കുറെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നശിപ്പിച്ചു, കുറെ ആളുകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് പോലും വിഘാതമുണ്ടാക്കി എന്നതിനപ്പുറം ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് കേരളത്തിന് ഉണ്ടാക്കി കൊടുത്തത് എന്നൊരു കാതലായിട്ടുള്ള ചോദ്യമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികൾ അതിനിശിതവും കടുത്ത വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയെ പറ്റിയും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാണ്. അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇയാൾ പറഞ്ഞതിൽ ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ട കാര്യമായിരിക്കും. ഒരുപാട് ആളുകൾ ഇതേപോലുള്ള ഇതിലും മോശപ്പെട്ട, ഇയാൾ എന്തായാലും തെറിയൊന്നും വിളിക്കുന്നൊന്നുമില്ല. സാധാരണ ഇദ്ദേഹത്തിനെ
വിളിക്കുന്ന ഒരുപാട് വിളിക്കുന്നുണ്ട്. കടപ്പുറത്തുനിന്ന് ഓടിയപ്പോൾ കിട്ടിയ ഒരു പേരുണ്ട്, അതുപോലെ തന്നെ ഓഖി വന്നപ്പോൾ കിട്ടിയ പേരുണ്ട്, അതുപോലെ തന്നെ ഇരട്ടച്ചങ്കനെ പറ്റി പറഞ്ഞപ്പോൾ ഇട്ട പേരുണ്ട്, അതുപോലെ തന്നെ വടിവാളിനെതിരെ വടിവാളിന്റെ നടുക്കൂടെ നടന്നപ്പോൾ കിട്ടിയ പേരുണ്ട്. അങ്ങനെ ഓരോ അവസരത്തിലും അദ്ദേഹത്തിന് ഈ സോഷ്യൽ മീഡിയ മറ്റുമൊക്കെ ചാർത്തി കൊടുക്കുന്ന ചില പേരുകളുണ്ട്. അതിലൊരു പേര് വെച്ചിട്ട് ഈ പയ്യൻ വിളിച്ചു പറഞ്ഞ വാക്കുകളും മറ്റുമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകർ, അതായത് ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തകരെ കൊല്ലത്ത് വെച്ച് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യുവമോർച്ചക്കാരും തല്ലിയതിൽ വളരെയേറെ സന്തോഷിക്കുന്നു, ആഹ്ലാദം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇയാളെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അയാൾ പറയുന്ന ചില വാക്കുകൾ ഞാൻ ആർ എസ് എസും തേങ്ങയും ഒന്നുമല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ആർ എസ് എസ്സുകാരനല്ല എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ആർ എസ് എസ്സുകാരനായിട്ടുള്ള ഒരാൾ ഒരിക്കലും ഞാൻ ആർ എസ് എസും തേങ്ങയുമല്ല എന്ന് പറയാറില്ല. ഞാൻ ആർ എസ് എസ് ആണെങ്കിൽ ആർ എസ് എസ് എന്ന് തന്നെ പറയുള്ളൂ. അപ്പൊ അയാൾക്ക് അതിനോട് വലിയ താല്പര്യമുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. ഇനി കോൺഗ്രസ് ആണോ എന്ന് സംശയമുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ ഇതേപോലെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഈ നവകേരള സദസ്സ് കൊണ്ട് ഇവർക്ക് ആകെ കിട്ടിയ ഗുണവും ഇത് മാത്രമായിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.